Welcome to another episode of Coding Logam, the best Malayalam coding tutorial ever. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫ്ലട്ടർ കംപ്ലീറ്റ് അങ്ങോട്ട് സെറ്റപ്പ് അങ്ങോട്ട് ചെയ്തു. ഇനി കോഡ് ചെയ്ത ആപ്പ് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പൊ നമുക്ക് ചാട്ടപ്പടയെന്ന് കോഡ് ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങാം. ദ വേൾഡ്സ് ബെസ്റ്റ് ഫ്ലട്ടർ ഡെവലപ്പറായി നമുക്ക് മാറാം. ഇനി നമുക്ക് കോഡ് ചെയ്യാനൊരു എഡിറ്റർ സെറ്റപ്പ് ചെയ്യണം. എഡിറ്ററായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് VS Code ആണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നേരത്തെ പറഞ്ഞല്ലോ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈസ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് VS Code വെച്ച് ഡെവലപ്പ് ചെയ്ത് തുടങ്ങാം. VS Code വെച്ച് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് VS Codeൽ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതിന് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്യണം. ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ കാണുന്നത് തന്നെ ആ ഒരു ബ്ലൂ ടിക്ക് മാർക്കുള്ള ആ ഒരു ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം സഹായകമാകുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലട്ടർ ഡെവലപ്മെന്റ് ഈസി ആവും. അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ എഡിറ്ററിൽ സെറ്റാക്കി വെക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഫ്ലട്ടറിന്റെ ഡിപ്പെൻഡൻസി ആയിട്ട് ഡാർട്ടിന്റെ എക്സ്റ്റൻഷൻ കൂടെ അവർ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. സോ വി ആർ ഗോയിങ് ടു വാലിഡേറ്റ് അവർ സെറ്റപ്പ് വിത്ത് ഫ്ലട്ടർ ഡോക്ടർ അഗെയിൻ. വി ആർ ഗോയിങ് ടു റൺ ദ ഫ്ലട്ടർ ഡോക്ടർ അഗെയിൻ ടു ചെക്ക് എവറിത്തിങ് ഈസ് സെറ്റപ്ഡ് കറക്റ്റ്ലി. ഇപ്പോ ഫ്ലട്ടർ ഡോക്ടർ നമ്മൾ റൺ ചെയ്യുന്നത് ടെർമിനൽ കൂടെ അല്ല, VS Codeലെ കമന്റ് പാലറ്റ്. അതായത് ആ ഒരു കമന്റ് പാലറ്റ് Ctrl+Shift+P അടിക്കുമ്പോൾ ആണ് എന്റെ സിസ്റ്റത്തിൽ കമന്റ് പാലറ്റ് ഓൺ ആയി വരുന്നത്. അല്ലെങ്കിൽ വ്യൂവില് മേലെ കാണുന്ന വ്യൂവില് കമന്റ് പാലറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതിൽ ഡോക്ടർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലട്ടർ റൺ ഫ്ലട്ടർ ഡോക്ടർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ VS Codeന്റെ ടെർമിനലിൽ ഈ ഫ്ലട്ടർ ഡോക്ടർ വിത്ത് വെർബോസ് റൺ ആയിട്ടുണ്ടാവും. നമ്മൾ VS Codeൽ ഡയറക്റ്റ്ലി ഫ്ലട്ടർ ഡോക്ടർ ചെയ്തു. വർക്കിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ ഡിപ്പെൻഡൻസിയും ഓക്കെ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടെസ്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിനായിട്ട് VS Codeന്റെ കമന്റ് പാലറ്റ് നമ്മൾ ഒന്നും കൂടെ എടുക്കേണ്ടതായിട്ട് വരും. കമന്റ് പാലറ്റ് Ctrl+Shift+P ആണ് എൻ്റെ ഇതിൽ ഷോർട്ട് കട്ട്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വ്യൂവിൽ കമന്റ് പാലറ്റ് അടിച്ചിട്ട് ന്യൂ പ്രൊജക്റ്റ് ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്തിട്ട് ന്യൂ പ്രൊജക്ടർ കൊടുക്കുക. അതിൽ ആപ്ലിക്കേഷൻ എന്നിട്ട് ഒരു ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കണം എവിടെ സേവ് ചെയ്യണം എന്നുള്ള. അപ്പം ഞാനൊരു ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റിന്റെ ഭാഗത്തായിട്ട് ഞാൻ പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള ഡയറക്ടറിക്കകത്താണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കൊടുക്കേണ്ടത് പ്രൊജക്റ്റിന്റെ പേരാണ്. അപ്പോൾ അതും ഞാൻ please_subscribe എന്ന പേരിൽ ഒരു പ്രൊജക്റ്റ്, അതായത് ഫ്ലട്ടർ പ്രൊജക്റ്റ് ഞാൻ ക്രിയേറ്റ് കൊടുത്തു. പ്ലീസ് സബ്സ്ക്രൈബ് എന്ന പേരിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കോഡാണ് നമ്മൾ ഈ കാണുന്നത്. കുറച്ച് ഡിഫോൾട്ടായിട്ട് കുറച്ച് കോഡ് ഓൾറെഡി ഈ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ഡയറക്ടറി സ്ട്രക്ചേഴ്സും അവർ ഓട്ടോമാറ്റിക്കലി ഫ്ലട്ടറിനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ മെറ്റീരിയൽ UI വെച്ചിട്ട് ഒരു സിമ്പിൾ പ്രൊജക്റ്റാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇതിലെ ഈ main.dart എന്ന ഫയലാണ് ഇതിന്റെ മെയിൻ ആയിട്ട് അതിന്റെ കോറായിട്ട് കിടക്കുന്ന ഒരു ഫയൽ. ഈ ഒരു ഫയലിലായിരിക്കും നമ്മൾ ഇതിനെ പ്രധാനമായിട്ട് എഴുതാൻ പോകുന്ന കാര്യങ്ങൾ കിടക്കുന്നത്. പിന്നെ കുറെ ഫോൾഡറും ഫയലുകളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വിശദീകരിച്ച് നോക്കാവുന്നതാണ്. ഓരോ ഡിവൈസിനും അല്ലെങ്കിൽ ഓരോ സ്ക്രീനിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നു. ഇപ്പോൾ ആൻഡ്രോയിഡിനാണെങ്കിൽ ആൻഡ്രോയിഡ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, iOSന് iOS എന്നൊരു ഫോൾഡർ, വെബിന് പ്രത്യേകമായിട്ടൊരു ഫോൾഡർ. ഇതിലൊക്കെ എന്താണ് വരുന്നതെന്നും ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. ചില ഫ്ലട്ടർ IDE പ്ലഗിൻസ് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പാക്കേജ് നെയിം, യുണീക്ക് ആയിട്ടുള്ള ഒരു പാക്കേജ് നെയിം ചോദിക്കും. ആ ഒരു സമയത്ത് ഡൊമൈൻ, അതായത് നമ്മളെ കമ്പനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൊമൈൻ നെയിം തല തിരിച്ചിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ യുണീക്ക് ആയിരിക്കണം എന്നാണ് അവർ പ്രത്യേകം പറയുന്നത്. ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഫയൽ ഉണ്ടല്ലോ, നമ്മളെ main.dart എന്നിട്ടുള്ള ഒരു മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഫയൽ എടുത്തു നോക്കിയാൽ അതിൽ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് നേരെ വരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്.
എല്ലാവരും ആകാംക്ഷയോടെ നോക്കി കാണുന്നത് ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് റണ്ണായിട്ട് അല്ലെങ്കിൽ റണ്ണായി കാണാനാണ്. കോഡിൽ ഡിസ്കഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് റണ്ണാക്കി നോക്കാം. ഇത് റണ്ണാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയണ്ടേ. അല്ലാതെ വെറുതെ കോഡ് വായിച്ച് മനസ്സിലാക്കിയോണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് എമുലേറ്റർ നമ്മൾ ഉണ്ടാക്കി വെച്ച ആൻഡ്രോയിഡ് എമുലേറ്ററിലൊന്ന് റണ്ണാക്കി നോക്കുക. ഈ ഒരു വിർച്വൽ ഡിവൈസ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് റൺ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഭയങ്കര ഫാനൊക്കെ ഇങ്ങനെ കറക്കുന്നത്, ഹാങ് ആവുക, ഒന്നും വർക്ക് ചെയ്യാതിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോൺഫിഗറേഷൻ ആയിട്ട് പോലും. എന്തായാലും കുറച്ച് നേരം ഞാനിത് റണ്ണാവുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇത് റണ്ണാവുമെന്ന് നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി ഇതൊരു ഹാങ് ഉണ്ടെങ്കിൽ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഇനീഷ്യലി ഒന്ന് സെറ്റ് ആവുന്ന അല്ലെങ്കിൽ ഈ വിർച്വൽ ഡിവൈസ് സെറ്റ് ആവുമോ എന്ന് നോക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ മൊബൈൽ ഫിസിക്കൽ ഡിവൈസ് USB വഴി കണക്ട് ചെയ്തിട്ട് USB ഡീബഗ്ഗിങ് ഓൺ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു വിർച്വൽ ഡിവൈസ് ആക്ച്വലി റിക്വയർഡ് അല്ല. ഇപ്പോൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്നാപ്പ് വെച്ചിട്ടാണ് ഞാൻ vscode ഇൻസ്റ്റാൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ സ്നാപ്പിൻ്റെ സർവീസ് റണ്ണാവാത്തതുകൊണ്ട് ഞാനത് സ്നാപ്പിൻ്റെ സർവീസ് ഒന്ന് റീസ്റ്റാർട്ട് ആക്കിയിരുന്നു. അതായത് കാലി ലിനക്സിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സിസ്റ്റം റീസ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ സ്നാപ്പിൻ്റെ സർവീസ് എല്ലാ സർവീസും ഓപ്പണായി കിടക്കുന്ന എല്ലാ പോർട്ടും ക്ലോസ് ആയിട്ടായിരിക്കും അത് ഓപ്പൺ ആവുക. അപ്പോൾ അത് റൺ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് സർവീസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ് ആ കാണുന്നത്. ഞാൻ വീണ്ടും അതൊന്ന് ബിൽഡ് കൊടുക്കുകയാണ്. ബിൽഡ് കൊടുക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ്, എന്താണെന്നറിയില്ല, വളരെ സ്ലോ, വളരെ ശോകാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അറിയാലോ. ലിനക്സിൻ്റെ ഇത് വെച്ചിട്ടാണ് Debian വെച്ചിട്ടാണ് ഇത് റണ്ണാക്കിയത്. അപ്പോൾ ലിനക്സിൽ ഇത് ഓക്കെ ആയിട്ട് റണ്ണായിട്ടുണ്ട്. ഈ ഒരു പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഇത് റണ്ണായിട്ടുണ്ട്, എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വെബിലൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. വെബ് അതിനായി നമ്മൾ ഈ താഴെ കാണുന്ന അവിടെ ഏത് ഡിവൈസ് ആണെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡിവൈസിൽ നമ്മൾ ക്രോം ചൂസ് ചെയ്തു. ഗൂഗിൾ ക്രോം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവാൻ മതിയാവും ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. ഇനീഷ്യലി നമ്മൾ വളരെ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്താണ് ഇത്ര സ്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ വെബിൽ ഇത് റണ്ണായിട്ടുണ്ട്, ഫസ്റ്റ് ടൈം റണ്ണായിട്ടുണ്ട്. ബട്ടൺ ക്ലിക്കിൽ കറക്റ്റായിട്ട് ഓരോ നമ്പറും ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്. ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു നമ്പർ എവിടെ സെലക്ട് ആക്കാനൊന്നും, നമ്പർ മാത്രം സെലക്ട് ആക്കാനൊന്നും പറ്റുന്നില്ല ഇൻസ്പെക്റ്റിൽ. ഒന്നും ഇങ്ങോട്ട് ഐഡിയ കിട്ടുന്നില്ല. പറഞ്ഞ പോലെ തന്നെ സോയ്സ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇൻസ്പെക്ട് ചെയ്തിട്ട് മാറ്റാനോ തിരുത്താനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ ഫീച്ചറായിട്ട് മാറും. ഇൻസ്പെക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി ഫീച്ചറായിട്ട് വേണേൽ നമുക്ക് കണക്കാക്കാം. കാരണം ഒരു വെബ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കുക. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ആപ്പിൽ ഒന്നുകൂടെ ഇത് റണ്ണാക്കുകയാണ്. ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് ഫസ്റ്റ് ടൈം നമ്മളൊന്ന് റീസ്റ്റാർട്ടൊക്കെ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ആൻഡ്രോയിഡ് ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. എൻ്റെ സിസ്റ്റത്തിലെ റാം എന്ന് പറഞ്ഞാൽ 8 GB ഹാർഡ് ഡിസ്ക് SSD ആയിട്ടുണ്ട്. ഇന്റലിൻ്റെ i5 അത്യാവശ്യം, എന്നാൽ വളരെ നല്ലൊരു കോൺഫിഗറേഷൻ അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിട്ട് പോലും ഇത് ഭയങ്കര ഹാങ്. അതായത് ഈ ഒരു വിർച്വൽ ഡിവൈസ് സെറ്റ് ആവാൻ നല്ല ടൈം എടുത്ത് നല്ല ക്ഷമയോടെ കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഈ ഒരു സാധനം റണ്ണായിട്ടുള്ളൂ. ഈ ഒരു വിർച്വൽ ഡിവൈസിൽ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് റണ്ണാവോ ഹാങ് ആവുമോ എന്ന് നമുക്ക് വീണ്ടും ഇരുന്ന് കാണാം. ഹാങ് ആവുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ട്. ഇത് കണ്ടോ, സ്റ്റക്കായി ഹാങ് ആയി. കഷ്ടം. സിസ്റ്റം ഹാങ് ആയി സുഹൃത്തുക്കളെ, സിസ്റ്റം ഹാങ് ആയി. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ഈ ഒരു വിർച്വൽ ഡിവൈസിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആൻഡ്രോയിഡ് കുറച്ച് താഴത്തെ ലെവലിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് സെറ്റാക്കി നോക്കാം. സിസ്റ്റം വീണ്ടും ഓൺ ആക്കിയതിന് ശേഷം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് തുറന്നു. ഒരു ആൻഡ്രോയിഡ് പ്രൊജക്റ്റ്, ജസ്റ്റ് ഒരു സിമ്പിൾ ബേസിക് ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ബിൽഡ് അടിച്ച് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ തന്നെ വിർച്വൽ മാനേജറിലൊന്ന്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസ് വിർച്വൽ മാനേജർ ഗ്രാഡിൽ ബിൽഡ്
ടെസ്റ്റിലൊക്കെ കറക്റ്റ് ഫിനിഷ് ആവുന്നുണ്ടോ, ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് തുറന്ന് അതിൽ ഈ ഒരു ബേസിക് ആൻഡ്രോയിഡ് ആപ്പ് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് പിക്സൽ 4 ആണ്. പിക്സൽ 4 കുറച്ചുകൂടെ താഴത്തെ ഒരു ഡിവൈസ്. നമ്മൾ നേരത്തെ അതിന് കുറച്ച് മേലത്തെ ആൻഡ്രോയിഡ് വേർഷൻ 12 ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് 11 വെച്ചിട്ടൊന്ന് വിർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സെയിം മെത്തേഡ് തന്നെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെയിം മെത്തേഡ് വെച്ച് 11 ആയിട്ടുള്ള ആൻഡ്രോയിഡ് വെർഷൻ നമ്മൾ സെറ്റ് ആക്കുകയാണ്. ഈ ഒരു വിർച്വൽ ഡിവൈസിന് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര റിസോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ടേ ഉള്ള ഒരു പ്രശ്നമായിരുന്നു ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വിർച്വൽ ഡിവൈസിന് സിസ്റ്റം ഹാങ് ആവുന്ന. അത്യാവശ്യത്തിന് അല്ലെങ്കിൽ മോഡറേറ്റ് കുഴപ്പമില്ലാത്ത i5 പ്രൊസസ്സർ, 8GB റാം, ഒരു SSD ഹാർഡ് ഡിസ്ക് പോലും ഉണ്ടായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇനീഷ്യലി ഇത് ഹാങ് ആവുന്നുണ്ട്. ഇനി സെറ്റായി കഴിഞ്ഞാൽ ഹാങ് ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറൊരു അൾട്ടർനേറ്റീവ് ആയിട്ട് ജെനിമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു, അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. ജെനിമോഷനും സക്സസ്ഫുൾ ആയില്ല, അത് കുറച്ച് പഴയതാണ്. അതുകൊണ്ട് പുതിയ ആൻഡ്രോയിഡ് വേർഷൻസ് ഒന്നും അതിൽ സപ്പോർട്ട് അല്ലാന്ന് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വർക്കായിട്ടില്ല. ഈ ഒരു സ്റ്റക്കായി റീസ്റ്റാർട്ട് ആക്കിയ ആ ഒരു സമയത്ത് ഈ ഒരു ആൻഡ്രോയിഡ് താഴത്തെ 11 വെച്ചിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. പിക്സൽ 4 നമ്മൾ വിർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാണ്. ഡൗൺലോഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഫിനിഷ് കൊടുത്തു. വിർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ആയി. മറ്റേ ഡിവൈസ് ഞാൻ അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കി, ഒന്നും നോക്കിയില്ല. ഇനി ഒന്ന് ആ ഒരു ആൻഡ്രോയിഡ് വേർഷൻ 11 ആയിട്ടുള്ള പിക്സൽ 4 ഡിവൈസ് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ബ്ലാക്ക് സ്ക്രീനാണ് വരുന്നത്. ചിലപ്പോൾ ഓഫ് കണ്ടീഷൻ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കാം. ഈ ഒരു സ്വിച്ച് ഓഫിൻ്റെ ബട്ടൺ, ആ ഒരു പവറിൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിൽ വെളുത്ത ഗ്രിഡിൽ, ആ ഒരു ലിസ്റ്റ് പോലെ പവർ, വോളിയം ബട്ടൺ, ഇതിൽ ചിലപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓഫ് കണ്ടീഷനിലായിരിക്കും. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത മോഡൽ. ഒരു കറക്റ്റ് ഒരു ഡിവൈസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ വിർച്വൽ ഡിവൈസ് വർക്കാവും. ഈ ഒരു എപ്പിസോഡിൽ വിർച്വൽ ഡിവൈസ് വെച്ചിട്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ റണ്ണാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു കോഡിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോഡ് അതിനനുസരിച്ച് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഹോട്ട് റീലോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു സുഹൃത്തുക്കളെ. വൈൻഡപ്പ് ചെയ്യുന്നു.